ഈ വീഡിയോയിൽ നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ കുറേ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ജനങ്ങൾ തന്നെ അവിടുത്തെ ആർമിയുടെ മൂവ്മെന്റ്സ് ഒക്കെ എടുത്ത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് AI വഴി അത് വെരിഫൈ ചെയ്ത് അത് ഇന്ത്യ ഒട്ടാകെ ആ വീഡിയോ എല്ലാം തന്നെ നല്ല രീതിയിൽ പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആർമിക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് പാകിസ്ഥാന്റെ ജനങ്ങൾ പുറത്തിറക്കിയത്. അത് വളരെ നന്നായി. പക്ഷെ ഇന്ത്യയുടെ ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സും ഇതുവരെ ലീക്കായിട്ടില്ല. അത് ലീക്ക് ആവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ചിലർ വിചാരിക്കും ഇന്ത്യ എന്തെങ്കിലും മൂവ്മെന്റ്സ് നടത്തിയിട്ട് വേണ്ടേ അതുപോലത്തെ വീഡിയോസ് ഒക്കെ പുറത്തു വരാൻ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എല്ലാം തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ഒരുപാട് പാകിസ്ഥാനെ ഒതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൽ ഇന്ന് റെസൊല്യൂഷൻ പാസ്സായി. അതിൽ ഒരുപാട് രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കൺസെന്റിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ, UAE, സൗദി അറേബ്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അതിന്റെ ലിസ്റ്റിലുണ്ട്. അവരെല്ലാവരും തന്നെ ഒരേപോലെ ഒപ്പിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഒപ്പിട്ടേ പറ്റൂ. ഇതൊക്കെ ഇന്ത്യയുടെ അടുത്തടുത്ത നീക്കങ്ങൾ അനുസരിച്ച് ഇതിൽ നിന്നൊക്കെ ആൾക്കാർ പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാഷ്വാലിറ്റി ആയി, പിന്നെ അതിനകത്ത് പല പല വിഷയങ്ങളായി, പിന്നെ അതിനൊത്ത നിലപാടുകൾ എടുക്കുന്ന രാജ്യങ്ങളൊക്കെ അങ്ങ് മാറും. ഇപ്പം ഇന്ത്യയാണ് ഇപ്പോൾ ഒരു വിക്ടിം സ്റ്റേജിൽ നിൽക്കുന്ന ഒരു രാജ്യം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു 28 പേർ കൊല്ലപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്രമണം നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പലരും പല രീതിയിലുള്ള സോളിഡാരിറ്റി, ആ ഒരു ആക്രമണത്തിനെ എതിർത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ നടത്തുന്നുണ്ട് പല രാജ്യങ്ങളും. പക്ഷേ ഒരിക്കൽ ഇന്ത്യ ആക്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അതും കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് ചേരിയിലാവും. അപ്പൊ എന്തായാലും ഇപ്പൊ തൽക്കാലം ഈ ഒരു റെസൊല്യൂഷൻ ഇപ്പൊ പാസ്സാക്കിയ സ്ഥിതിക്ക് കുറെ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് എല്ലാ കാലത്തേക്കും ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയോടൊപ്പം നിൽക്കും എന്നുള്ള ധാരണ ആർക്കും വേണ്ട. ഈ പഹൽഗാം അറ്റാക്കിന്റെ പിന്നാമ്പുറത്ത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ. ആ വീഡിയോയിൽ ഈ ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, അയാള് പാകിസ്ഥാനിലെ കോളേജിൽ പോയി പഠിച്ചതും 6 വർഷം അവിടെ ISIയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേടിയതൊക്കെ നമ്മൾ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ആദിൽ ഹുസൈൻ പാകിസ്ഥാന്റെ ഉള്ളിൽ പോയി POKയിൽ ഈ ഒരു തീവ്രവാദ സംഘത്തിൽപ്പെട്ട നിർണായകമായിട്ടുള്ള ചില സുപ്രീം ലീഡേഴ്സുമായിട്ട് ഇയാൾക്ക് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ആ ലീഡേഴ്സിന്റെ പേരുകളെല്ലാം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 6 മുഖ്യതല തീവ്രവാദികളുടെ പേര് പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിലെ നമ്പർ 1 സൈഫുള്ള കസൂരി. ഈ സൈഫുള്ള കസൂരി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ലഷ്കറിന്റെ ഡെപ്യൂട്ടി ചീഫ് പൊസിഷനിലുള്ള ആളാണ് സൈഫുള്ള കസൂരി. രണ്ടാമത് അബു മൂസ എന്ന് പറയുന്ന വ്യക്തി ലഷ്കറിന്റെ ടോപ്പ് കമാൻഡർ ആണ്, അതും POKയിൽ. മുഹമ്മദ് നവാസ്, ഈ ഒരു പേര് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, മുഹമ്മദ് നവാസ്. കാരണം ഇത് ഇനി ഉടനീളം നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. ഈ വീഡിയോയിലല്ല, ഇനി ഒരുപാട് നടക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ചിലപ്പം അജ്ഞാതർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു മുഹമ്മദ് നവാസ്. ഇയാള് POKയിലെ ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് വിങ്ങിലെ കമാൻഡറാണ്. അതാണ് ഇയാളുടെ ഒരു പൊസിഷൻ. ഇയാൾക്കാണ് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ കശ്മീരുമായിട്ട് ബന്ധമുള്ളത്. ഈ ആദിൽ ഹുസൈനെ ട്രെയിൻ ചെയ്തതും അയാളെ ഹയർ ചെയ്തതും ഈ വ്യക്തിയാണ്, ഈ മുഹമ്മദ് നവാസ്. ഇയാളെ കോളേജിൽ കൊണ്ടുപോയത് മുതൽ, അഡ്മിഷൻ മേടിച്ചു കൊടുത്തത് മുതൽ, ഇയാളെ ഇനിഷ്യേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ട്യൂൺ ചെയ്തത് ഈ ഒരു വ്യക്തിയാണെന്നാണ് പൊതുവിൽ അറിയാൻ കഴിയുന്നത്. അബ്ദുൽ റഫ റസൂൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇയാള് ഹെസ്ബുൾ ഓപ്പറേഷണൽ കമാൻഡർ ആണ്. അബ്ദുള്ള ഖാലിദ് ലഷ്കറിന്റെ ഫീൽഡ് കമാൻഡർ. ഇദ്രീസ് ഷാഹിൻ എന്ന് പറയുന്നത് ഹജ്ജ് കമാൻഡർ. ഈ 6 പേരുടെ പേരാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരാണ് ടോപ്പ് മോസ്റ്റ്. പെഹൽഗാമിൽ നടന്ന ഈ ഒരു ആക്രമണത്തിന് ഗൂഢാലോചന നടത്തി ഡേറ്റ് സഹിതം, അതായത് ഇവർ പല തരത്തിലുള്ള മീറ്റിംഗ്, പല സെക്ഷൻസ് ആയിട്ട് മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിട്ട് അവസാനം ഇവർ ഏപ്രിൽ 2nd വീക്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഇന്ന ഡേറ്റ് 22nd നമുക്ക് ആക്രമണം നടത്താം എന്ന് തീരുമാനിച്ചതിൽ ഈ 6 പേരുടെ പാർട്ടിസിപ്പേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിന്റെ ഇടയ്ക്ക് ഒരു വിഷയം പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഹമാസിന്റെ ഇടപെടൽ ഈ വിഷയങ്ങളിൽ വളരെ വ്യക്തമാണ്. അസൗദ്ദീൻ ഒവൈസി ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ശരിക്കും പുള്ളിക്ക് എന്ത് പറഞ്ഞു, അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പൊളിറ്റീഷ്യൻസ് ഏത് രീതിയിൽ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യണം എന്ന് പോലും വ്യക്തമായ ധാരണയില്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിനകത്ത് ഹമാസ്, ശരിക്കും ഈ ഒരു POKയിൽ ഹമാസ് ആണ് ഈ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷേ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഒരു മുസ്ലിം ലീഡേഴ്സ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹമാസിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും നാളും ഈ ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയ ആ ദിവസം മുതൽ ഇവരെല്ലാരും തന്നെ ഹമാസിനെ തള്ളി പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള മുസ്ലിം നേതാക്കൾ ആരും തന്നെ ഹമാസിനെ തള്ളി പറഞ്ഞിട്ടില്ല. അവരെല്ലാരും തന്നെ അവരുടെ നിലപാട് പാലസ്തീനിലെ സോളിഡാരിറ്റി, അതായത് 2 സ്റ്റേറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് പാലസ്തീനോടൊപ്പമാണ്,
ഹമാസ് പാലസ്തീന്റെ ലിബറേഷന് വേണ്ടിയിട്ട് പോരുതുന്ന ഒരു സംഘടനയാണ്, പോരാളികളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഹമാസ് ഇപ്പൊ ചെയ്തത് എന്താണ്? ഇന്ത്യക്കെതിരെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം അസൗദ്ദീൻ ഒവൈസിക്ക് ഒന്നും പറയാനില്ല. 2-3 ദിവസം കൊണ്ട് അസൗദ്ദീൻ ഒവൈസി എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഇന്ന് ഒവൈസി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഇത് ISI മോഡൽ ആക്രമണമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഒരു കാരണമായി. കാരണം എന്താണ്? ഇനിയിപ്പം ബാക്കിയുള്ള ലീഡേഴ്സ് എല്ലാം ഇതിനെ ഏറ്റുപിടിച്ചോളും. ഇത് മറ്റേതാണ്, ഏത് 2I2Sന്റെ ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള നിലയിൽ. പക്ഷെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഹമാസ് ആണ്. അത് വളരെ വ്യക്തമാണ്. ഇതാണ് ചില സമയങ്ങളിൽ ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നിങ്ങൾ മുസ്ലിം ആയിരിക്കും, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിലപാടുകൾ വ്യക്തമായിട്ട് എടുക്കണം. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഹമാസ് വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെന്നുള്ളത് ഫെബ്രുവരി മാസം തൊട്ടേ ഇവിടെ പബ്ലിഷ് ചെയ്ത് കിടക്കുന്ന ഡൊമൈനിൽ കിടക്കുന്ന വാർത്തകളാണ്. ഇതിലുപരിയായിട്ട് വീഡിയോസ് ഉണ്ട്. POK മേഖലയിൽ ഹമാസിന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി ആനയിച്ചതും, അവരെ കുതിരപ്പുറത്ത് കയറ്റി ഇരുത്തിയതും, അവരെ സ്റ്റേജിൽ ഇരുത്തി അവർക്ക് വിളിച്ചു വരുത്തി അവരെ അഭിനന്ദിച്ചതും, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുന്നത്? ഈ 2Iയും 2Sഉം ഉള്ള സംഘടന ഇറാഖ് സിറിയ ഭാഗത്ത് തന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ അവിടെ കിടന്ന് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കശ്മീരിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. ഇത് കൃത്യമായി ടീച്ചിങ്സ് കൊടുത്തത് ഹമാസ് ആണ്. പിന്നെ എല്ലാം തന്നെ ബ്രദർഹുഡിന്റെ ഐഡിയോളജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവരുടെയും ഗൂഢാലോചന ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഹമാസ് ചെയ്താലും 2I2S എന്ന് അത് പറഞ്ഞാലും എല്ലാം കണക്ക് തന്നെ. ഇതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ തീവ്രവാദം, അതായത് ഇന്ത്യ എങ്ങനെയാണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് ഇസ്രായേൽ അവിടെ ഗാസയിൽ നിന്നും ഈ തീവ്രവാദ ആക്രമണം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയതിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധിത ബുദ്ധിയോടുകൂടി പല സംഘടനകളുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. അവിടെ പറയേണ്ട പേര് ഹമാസ് ആണ് അസൗദ്ദീൻ ഒവൈസി പറയേണ്ടത്. പക്ഷെ അവിടെ അതിന് പകരം 2I2S അയാളുടെ സൗകര്യപൂർവ്വം അയാൾ കയറ്റി അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ പഹൽഗാമിൽ നടത്തേണ്ട ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരി 2-ാം തീയതിയാണ് ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. സൈഫുള്ള കസൂരിയാണ് ഫസ്റ്റ് POKയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അന്ന് ഒരുപാട് ജനങ്ങൾ ഇയാളുടെ മുന്നിൽ നിന്ന് ആഹ്ലാദത്തോടെ കൈയടിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ഓൺലൈനിൽ കിടപ്പുണ്ട്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ഈ 6 മെമ്പേഴ്സ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ 6 പേരും കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് POKയിൽ തന്നെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഇവര് മിർപൂർ എന്ന് പറഞ്ഞ POKയിലുള്ള മിർപൂറിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മീറ്റിംഗിലും അവർ ഇതേപോലെ അവർ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് കശ്മീരിന്റെ മാപ്പ് മാറ്റി വരയ്ക്കണം, കശ്മീർ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറ്റി തീർക്കണം, അതൊരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഇവർ ആവർത്തിച്ച് അവിടെ സംസാരിച്ചത്. ഇവർ സംസാരിച്ച സ്പീച്ചുകളെല്ലാം തന്നെ ഡൊമൈനിൽ കിടപ്പുണ്ട്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, ഇതെല്ലാം ഫ്രീ സ്പീച്ചാണ്. പിന്നെ 11 മാർച്ച് 2025 വീണ്ടും ഇവർ ഹമാസിനെ ക്ഷണിച്ചു വരുത്താണ്. ഫെബ്രുവരിയിലും ഹമാസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 11 മാർച്ച് 2025 ഇവർ ഇതേപോലെ ഹമാസിനെ വിളിച്ചു വരുത്തി ഒരു വലിയ റാലി സംഘടിപ്പിക്കുകയുണ്ടായി POKയിൽ. ഈ റാലി കഴിഞ്ഞ പാടെ ഇവർ ഒരു സീക്രട്ട് മീറ്റിംഗ് കൂടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീക്രട്ട് മീറ്റിംഗിലാണ് ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഐഡിയ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇവർ അടുത്തൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്ത് ഇവർ പിരിയാണ് ചെയ്തത്. അങ്ങനെ ഏപ്രിൽ 18-19 ദിവസങ്ങളിൽ ഇവർ ഫൈനൽ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ മീറ്റിംഗിലാണ് 22-ാം തീയതി ആക്രമണം നടത്താം എന്ന് പദ്ധതി ഇടുന്നത്. ആ 18-19 തീയതികളിലാണ്. ഡേറ്റ് ഫൈനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? അതിന് മുമ്പ് തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇവർ ഇന്ത്യക്കുള്ളിൽ കടത്തിവിട്ട് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഇവർ 18-19 മീറ്റിംഗ് കൂടിയത്. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ കണക്ട് ചെയ്യണം. 19-ാം തീയതിയാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഈ പെഹൽഗാമിലെ ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് 19-ാം തീയതിയാണ്. അപ്പൊ ഇവർ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് നടത്തി, എങ്ങനെയാണ് ലോക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കിട്ടിയത്, ആരാണ് പാർക്ക് ഓപ്പൺ ചെയ്തത്, ഇതെല്ലാം തന്നെ ഒരു ലിങ്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റി കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ 14 പേരുടെ പേര്, ലോക്കൽ കശ്മീരി ആയിട്ടുള്ള 14 പേര് ഈ പെഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ പർപ്പസ്ഫുള്ളിയോ സഹായം ചെയ്ത 14 പേരുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 14 പേരും തീവ്രവാദ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്ത ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററും വാങ് യി, അതേപോലെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററും കൂടെ ഒരു മീറ്റിംഗ്, രണ്ടുപേരും കൂടെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് JF-17 എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധവിമാനം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിനകത്ത് ചൈന ഇതിന് പെർമിഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ന് JF-17ന്റെ ട്രെയിനിങ് സെഷൻ, ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ ഇന്ന് പാകിസ്ഥാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു 80% ചൈന
ഇന്ത്യക്കെതിരെ JF-17 ഉപയോഗിച്ചോ എന്നുള്ളൊരു പെർമിഷൻ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവർ ആ പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഇപ്പം ശരിക്കും എർദോഗൻ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഓട്ടോമൻ എംപറർ എർദോഗൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഗാസയെ ഞങ്ങൾ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെ സംരക്ഷിക്കും. ഗാസ ഏകദേശം ഇപ്പം ഇസ്രായേൽ കയറി പിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി പാകിസ്ഥാനും ഇന്ത്യ കയറി പിടിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം പുള്ളിക്കാരൻ എവിടെയൊക്കെ പോയി ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ടീമിന് അനുകൂലമായ രീതിയിൽ മാറി തീരും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പവർഫുൾ മാനാണ് തയ്യിബ് എർദോഗൻ. അപ്പൊ തയ്യിബ് എർദോഗൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പാകിസ്ഥാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തുർക്കി ഇസ്താൻബുളിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് C-130 എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് കരിയർ കാർഗോ ഷിപ്പാണ് വന്നിറങ്ങിയിരിക്കുന്നത് കറാച്ചിയിലേക്ക്. തീർച്ചയായിട്ടും ആയുധങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ബൈറാക്ടർ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രോണും കാര്യങ്ങളെല്ലാം തന്നെ വൻതോതിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കാഫിർ രാജ്യമാണ്, കയറി അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എർദോഗന്റെ ഫുൾ സപ്പോർട്ടോട് കൂടി പാകിസ്ഥാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. വീഡിയോസ് ഒക്കെ കണ്ടല്ലോ, അവരുടെ വെഹിക്കിൾസ് ഒക്കെ വന്ന് കയറുന്നത്. ആ രീതിയിലാണ് മാസ് ആയിട്ടുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളില് ആർമിക്ക്, അതായത് അവർക്ക് ഇപ്പൊ കിട്ടിയ ഒരു അവസരമാണ്. അതായത് ആർമി എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷീണിതരായിരുന്ന ഒരു അവസ്ഥയാണ്, അവശരായിരുന്നു. ഇപ്പൊ അവർക്കൊരു പുതിയ ഉണർവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ മുന്നിൽ തലങ്ങും വിലങ്ങും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതൊക്കെ ആ ജനങ്ങളിലേക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു വികാര പ്രകടനങ്ങളായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതിലുപരിയായിട്ട് അതിനകത്ത് ഒന്നുമില്ല. 2-3 പാട്ട വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതേപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഹൈ ലെവൽ ഓഫീസേഴ്സ് ആണ് അഫ്ഗാനിസ്ഥാനിൽ പറന്നിറങ്ങിയത്. അഫ്ഗാനിസ്ഥാന്റെ ഹൈ ലെവൽ ഓഫീസേഴ്സുമായിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ട്രേഡ് അതേപോലെ എക്കണോമിക് ഡെവലപ്മെന്റിന് പറഞ്ഞ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയതായിട്ടാണ് പൊതുവിൽ വെളിയിൽ പറയുന്നത്. പക്ഷെ ഇതിനുള്ളിൽ പല രീതിയിലുള്ള ഡിസ്കഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് നേരിട്ട് ഇറങ്ങി സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യങ്ങളുണ്ട്. ശരിക്കും ഇന്ത്യ അവിടെ ഒരു അസസ്മെന്റ് നടത്തിയതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം കിടപ്പുണ്ട്. കാര്യം എന്താ വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ബോർഡർ ലൈൻ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബോർഡർ ലൈൻ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് നമ്പർ 1 കാര്യം. അവർ പറയുന്നത് ഇത് ജസ്റ്റ് അന്നത്തെ സമയത്ത് ജസ്റ്റ് പെൻസിൽ വെച്ച് ഒരു മാപ്പിൽ വരച്ച ഒരു കോഡാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡർ എന്നുള്ള നിലയിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ജനങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള ഈ പഷ്തൂൺ സംസാരിക്കുന്ന ഖൈബർ പഖ്തൂൺവ മേഖലയിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാർ, അതായത് ഈ ഒരു അഫ്ഗാൻ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ അഫ്ഗാനിസ്ഥാനുമായിട്ടും അവർക്കും നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. കാരണം സെയിം ലാൻഡ് ആണ്, ആ സെയിം ലാൻഡിൽ സെയിം ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോഡ് കുറച്ചുകൂടെ മാറ്റി വരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാൻ റെഫ്യൂജികൾ എന്ന് പിടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ പുറത്താക്കുന്നില്ലേ, ആ ജനങ്ങളൊക്കെ അവിടെ നിന്ന് പോകേണ്ടി വരത്തില്ല. കാരണം ആ ജനങ്ങൾ അവിടെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആൻസസ്റ്റർ ഉൾപ്പെടെ 3, 4, 10 തലമുറകളായിട്ട് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ബോർഡറിന്റെ ആധികാരികതയിലാണ് ഇവരെ പിടിച്ചിട്ട് നിങ്ങൾ റെഫ്യൂജികളായിട്ട് മാറ്റിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവർ അഫ്ഗാനിസ്ഥാനിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം സമ്പാദിച്ചു വെച്ചിരുന്ന ഇവരുടെ വീടും കുടിയും കിടപ്പാടും എല്ലാം വിട്ടിട്ട് ഇപ്പൊ ഇവര് ബോർഡറിന്റെ അപ്പുറത്ത് പോയി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലെ അവിടുത്തെ ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാനാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ ഇപ്പം ഈ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ തെഹ്രീക്ക് താലിബാൻ പോലത്തെ സംഘടനകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു അഫ്ഗാനിസ്ഥാൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അവർക്കും അഫ്ഗാനിസ്ഥാനോടുകൂടി ചേർന്നിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് അവിടെ ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അസസ്മെന്റും വിലയിരുത്തലും, നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങളുടെ റെഡിനെസ്, എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇതൊക്കെ അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് ഇന്ത്യ അവിടെ പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആസിം മുനീറിനെ ഒരു 2 ദിവസം കൊണ്ട് കാണാനില്ല എന്ന് പറഞ്ഞാല് പബ്ലിക് മീഡിയയിൽ വരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഫേക്ക് ആയിട്ട് പല രീതിയിലും ഭയങ്കര ദേശസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് വർഗീയത പുലർത്തുന്ന, അതായത് ഇന്ത്യയുമായിട്ട് വർഗീയത പറയുന്ന രീതിയിലുള്ള പാകിസ്ഥാനികളുടെ പാട്രിയോട്ടിസം ഭയങ്കരമായിട്ട് ഉണർത്തുന്ന രീതിയിലുള്ള സ്പീച്ചാണ് ഇയാൾ കൊടുത്തത്. പക്ഷെ ആള് കറപ്റ്റഡ് ആണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കട്ടുമുടിച്ചിരിക്കുകയാണ്. അയാളുടെ വൈഫിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് കംപ്ലീറ്റ് ജോലി കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റിൽ. ഇതുമായിട്ട് അതിലുപരിയായിട്ട് പല പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും പൈസ മേടിച്ചിരിക്കുകയാണ്, കൈക്കൂലി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ആസിം മുനീർ. അതിന്റെ വെപ്രാളത്തിലാണ് വന്നിട്ട് അങ്ങ് വെച്ച് അലക്കിയത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ദ 2 നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചില്ലേ, അതൊക്കെ ഇതിന്റെ വെപ്രാളത്തിൽ വന്നിട്ട് അലക്കിയതാണ്. ഇപ്പൊ ഈ ഒരു ഇന്ത്യയുമായിട്ട് ഈ ഒരു വിഷയം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആസിം മുനീർ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ. നിലവിലുള്ള പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റിന്റെയും ഒരു സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും തന്നെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പോകേണ്ട ആൾക്കാരാണ്.
ഇമ്രാൻഖാനെതിരെയുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും ശക്തമായി എടുത്ത് ഇമ്രാൻഖാനെ അകത്ത് പൂട്ടാൻ ഏറ്റവും മുൻകൈ എടുത്ത് നിന്ന ആളാണ് അസീം മുനീർ. അപ്പൊ അതുകൊണ്ട് ഇമ്രാൻഖാൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇമ്രാൻഖാൻ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകടനം നടക്കും വെളിയിൽ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ആസിം മുനീറിന് എതിരാണ്. ആസിം മുനീറിന് മാത്രമല്ല, നിലവിലെ സർക്കാരിനും എതിരാണ്. അതുകൊണ്ടാണ് ഈ വക തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവർ ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ പാട്രിയോട്ടിസം ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഈ ആസിം മുനീറിന്റെ കുടുംബത്തിനെ ഓൾറെഡി തന്നെ UK കൊണ്ടുവച്ചതിന്റെ കാര്യം തന്നെ ഇതാണ്. കാരണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ഇനി പുള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ കള്ളന്മാരാണ്. അപ്പൊ രണ്ടുപേർക്ക് പരസ്പരം വിശ്വാസമില്ല. ആർക്ക്? ആസിം മുനീറിന് വിശ്വാസമില്ല, ഈ ഭരിക്കുന്ന ഗവൺമെന്റിന് വിശ്വാസമില്ല. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. ഇവൻ എന്നെ തേക്കുവോ അല്ലെങ്കിൽ ഇവൻ എന്നെ തേക്കുവോ എന്ന് രണ്ടുപേരും മാറി മാറി പേടിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ബലൂചിസ്ഥാൻ ഭാഗത്തു നിന്നും ഒരുപറ്റം ആർമി ഉദ്യോഗസ്ഥരും ആർട്ടിലറി ഗൺസും വെപ്പൺസും മിലിറ്ററി ഉപകരണങ്ങളുമായിട്ടെല്ലാം തന്നെ ഇവര് നേരെ POK ഭാഗത്ത് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്പർ 1. അടുത്തൊരു കോൺവായ് പോകുന്നത് ലാഹോറിൽ നിന്നും POKയിലോട്ട് പോവാണ്. ഒരു കോൺവായ്. അടുത്ത് ഇനിയൊരു മിലിറ്ററി കോൺവായ് പോകുന്നത് പഞ്ചാബിൽ നിന്നും POKയിലേക്ക് പോവാണ്. ഇങ്ങനെ 3 കോൺവായ്സ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാലി അലി എന്ന് പറയും. ടാലി അലി എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയിൽ നിന്നും 100 കിലോമീറ്റർ ആണ്. അതായത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പഴയ LOC അഥവാ ഇപ്പോഴത്തെ ഓപ്പൺ ബോർഡർ, ആ ഏരിയയിൽ നിന്നും 100 കിലോമീറ്റർ നീങ്ങി നിൽക്കുന്നുണ്ട് ഈ കോൺവോയ്സ് എല്ലാം തന്നെ, മിലിറ്ററി കോൺവോയ്സ് എല്ലാം തന്നെ 100 കിലോമീറ്റർ ആ ഒരു പ്രോക്സിമിറ്റിയിലാണ് അവർ ഹാൾട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് പൊതുവിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധിതരായിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഫാൻട്രി ഡിവിഷൻ 33 ആൻഡ് 41, ഈ 2 ഇൻഫാൻട്രി ഡിവിഷൻസ് ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം പിൻവലിക്കണം. പാകിസ്ഥാന് സോൾജേഴ്സ് ആവശ്യമുണ്ട് ഇവിടെ POKയുടെ ഭാഗത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ബലൂചിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഈ ഒരു ആർമിയെ പിൻവലിച്ചേ പറ്റൂ. അങ്ങനെ പിൻവലിച്ചാൽ ഇത് എപ്പോ പിൻവലിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അവർക്ക് വേണ്ടത് ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്നവർ ഈ 33, 41 എന്ന് പറഞ്ഞ ഈ 2 ആർമി ഡിവിഷൻസിനെ പിൻവലിക്കുന്നതോടുകൂടി അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. 100% ഉറപ്പാണ് എന്ന് നിങ്ങൾ കുറിച്ചിട്ടോളൂ. അവസാനം ഒരു വിഷയം കൂടെ പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇറാനിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായല്ലോ. അപ്പൊ ഇറാന്റെ ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ആണ്. 1000 ടൺ ഈ ഒരു മിസൈലിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഈ കമ്പോണന്റ് കൊണ്ടുവന്ന് ഇവര് ആ ഒരു പോർട്ടിൽ തന്നെ ഏതാണ്ട് നിയർലി 1 ഇയർ അവിടെ ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഈ 1 ഇയർ ആയിട്ട് അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്? ചൈനയിൽ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്. അപ്പൊ ഇതിനകത്ത് ഇത്ര വലിയ മാരകമായിട്ടുള്ള സംഭവം ഇതിനകത്ത് ഉണ്ടെന്ന് ഇറാനും അറിയാം, ചൈനയ്ക്കും അറിയാം. ഇത് ഒരുപാട് നാളായി ഈ ഒരു പോർട്ടിൽ കെട്ടിക്കിടക്കുന്നുള്ളതും അവർക്കറിയാം. ഇത് ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാല് ഈ സാധനം ഹിസ്ബുള്ളക്ക് കൈമാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ചൈനയിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്ന് ഇറാനിൽ നിർത്തിയത് ഇത് ഹിസ്ബുള്ളക്ക് കൈമാറാനാണ്. കാരണം ചൈന ഡയറക്റ്റായിട്ട് ഹിസ്ബുള്ളക്ക് കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് ഇറാനിൽ നിന്നും ഹിസ്ബുള്ളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറാന്റെ പോർട്ടിൽ ഇത് നിർത്തി വെച്ചിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു രീതിയിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ സർവൈലൻസ്, ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്തിരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളക്ക് ലെബനാന്റെ ഉള്ളിൽ ഒരു തരത്തിലും ഇത് കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ ഇസ്രായേൽ കാരണമായി തീർന്നിട്ടുണ്ടാവാം. അപ്പൊ ഇത് ഒരുപാട് നാൾ കൊണ്ട് തന്നെ ഈ ഒരു പോർട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ഈ കണ്ടെയ്നറിന്റെ ഉള്ളില് ചൂട്, ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഓവർ ഹീറ്റ് ആവുകയും, അതായത് ഒരുപാട് നാൾ ഇങ്ങനെ വെയിലത്ത് കിടക്കുകയല്ലേ, അപ്പൊ അങ്ങനെ ഇത് കിടന്ന് ഇതിനകത്ത് ഒരുപാട് ഓവർ ഹീറ്റായി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലാസ്റ്റ് ആയതാണെന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പൊ ഇറാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ മൊസാദിന്റെ തലയിലോ ഇസ്രായേലിന്റെ തലയിലേക്ക് കെട്ടിവെക്കാമെന്നാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ഇറാന്റെ ജനങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഇറാനെ കൊണ്ട്. അതാണ് സംഭവം. കാരണം ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്ന രീതിയിൽ എന്തിനാണ് ഈ ഒരു സാധനം കൊണ്ട് അവിടെ വെച്ചത്? ഇത് ഇറാന്റെ ഗവൺമെന്റിന് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു പോംവഴി കാണണം. അതിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഇറാൻ എടുത്തിട്ട് ആ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇസ്രായേൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം, അത് അവിടെ തന്നെ കിടന്ന് ചൂടായി സ്വമേധയാ അത് ബ്ലാസ്റ്റ് ആയതാണ്. പിന്നെ പാകിസ്ഥാൻ ചൈനയും ഇറാനെയും കൂടെ ഒരു മീഡിയേഷന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് സംസാരിച്ചിട്ട് ഈ ഒരു പഹൽഗാമിൽ നടന്ന കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ജോയിന്റ് ആയിട്ട്. അതിന് പാകിസ്ഥാൻ മാത്രം സമ്മതിച്ചാൽ മതിയോ? ഇന്ത്യയും കൂടെ സമ്മതിക്കണ്ടേ? ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആളുടെ ആവശ്യമില്ല എന്നാണ് ഇന്ത്യ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കമന്റും ഇന്ത്യ പാസ്സാക്കിയിട്ടില്ല. അപ്പൊ ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്.